എന്ത് പ്രകാശേട്ടാ? എടി, കോടിക്കണക്കിന് പണമെടുത്ത് അമ്മാനമാടേണ്ട സൗഭാഗ്യത്തെ ഒരു മുടന്ത് പെൺകൊച്ചിൽ ഒതുക്കിയ ബുദ്ധി അപാരം തന്നെ. നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും തലതിരിഞ്ഞു പോയ. ദിയമോളുടെ കാര്യം ഉദ്ദേശിച്ചിട്ടാണ് പ്രകാശേട്ടൻ പറഞ്ഞതെങ്കിൽ എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് ദിയമോള് തന്നെയാ. ഞാൻ രാജീവ് സാറിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. ആരെന്ത് പറഞ്ഞാലും ആ വാക്ക് ഞാൻ മാറ്റി പറയില്ല. പ്രകാശേട്ടാ, വക്കീലിപ്പോ വരും. പ്രകാശേട്ടനകത്തേക്ക് വാ. രാജീവിന്റെ സഹോദരി രാഖിക്ക് വന്ദന എഴുതി കൊടുക്കുന്ന സുപ്രധാനമായ വ്യവസ്ഥ എഴുതി ചേർത്തു വച്ച ആധാരമാണിത്. വന്ദന രാഖിയുടെ പേരിൽ മാറ്റി എഴുതി കൊടുക്കുന്ന വ്യവസ്ഥയാണ് വായിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണേ. രാജീവ് എഴുതി വച്ച അടച്ച വില്ലിലെ വ്യവസ്ഥ പ്രകാരം അദ്ദേഹത്തിന്റെ പേരിലുള്ള സർവ്വവിധമായ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെയും ക്രയവിക്രയ സൈനിങ് അതോറിറ്റിയായി വന്ദന എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്രയും ഭാരിച്ച സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള കാര്യപ്രാപ്തിയും സാങ്കേതിക ജ്ഞാനവും എനിക്കില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ രാഖിക്ക് എഴുതി കൊടുക്കുന്ന പുതിയ ആധാര വ്യവസ്ഥ. മേലിൽ രാജീവിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലോ മറ്റ് സ്ഥാവര ജംഗമ സ്വത്തുക്കളിലോ എനിക്ക് യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. മേലിൽ ഇത് സംബന്ധിച്ച് യാതൊരുവിധമായ അവകാശ തർക്കങ്ങളോ മറ്റ് നിയമ നടപടികളോ നടത്താൻ എനിക്ക് അവകാശമുണ്ടായിരിക്കുകയില്ല എന്നും എല്ലാ അവകാശങ്ങളും രാജീവിന്റെ സഹോദരി രാഖിക്ക് ഞാൻ നിരുപാധികം വിട്ടുകൊടുക്കുന്നതായും ഇതിൽ സമ്മതിച്ച് എഴുതി കൊടുക്കുന്നു. വ്യവസ്ഥകൾ എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടല്ലോ. ഈ വ്യവസ്ഥകളിൽ എന്തെങ്കിലും പുതുതായി കൂട്ടിച്ചേർക്കാനോ പുതുതായി മാറ്റാനോ വന്ദന ആഗ്രഹിക്കുന്നുണ്ടോ? രാജീവിന്റെ സ്വത്തിൽ കാൽ കാശ് പോലും നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥിതിക്ക് ഇനിയൊന്നും മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ഇല്ല മോളെ. അങ്ങ് സമ്മതിച്ചേക്ക്. വക്കീലെ, ഈ വ്യവസ്ഥകളൊക്കെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. രാഖിക്ക് എന്തെങ്കിലും മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടോ? വ്യവസ്ഥകളിൽ നമുക്കെതിരെ പതിയിരിക്കുന്ന വകുപ്പുകളൊന്നും ഉള്ളതായി തോന്നുന്നില്ല. അംഗീകരിക്കാൻ അല്ല രാഖി? ഈ പ്രമാണത്തിലൊന്നും ദിയമോളെ കാര്യം പറയുന്നില്ലല്ലോ വക്കീലങ്കിളെ. ദിയമോളെ എല്ലാരും മറന്നോ? ഏയ്, മറന്നിട്ടൊന്നുമില്ല. മോളുടെ കാര്യം പറയുന്ന പ്രമാണമാണ് വക്കീലങ്ങള് ഇനി വായിക്കാൻ പോകുന്നത്. എല്ലാം വായിച്ച് സമയം കളയണ്ടല്ലോ. പ്രധാന ഭാഗം ഞാൻ വായിക്കാം. രാഖി വന്ദനയ്ക്ക് എഴുതി കൊടുക്കുന്ന പ്രമാണ വ്യവസ്ഥയാണ് ഇത്. രാജീവിന്റെ മകളായ ദിയാ രാജീവിനെ മേലിൽ സ്വന്തം മകളായി വളർത്താനുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും രാജീവിന്റെ ഓഫീസിലെ സ്റ്റാഫായിരുന്ന വന്ദനയ്ക്ക് ഞാൻ പൂർണ്ണ മനസ്സോടെ വിട്ടുകൊടുക്കുന്നു. മേലിൽ ദിയമോളുടെ പേരിൽ വീട് കയറിയ അക്രമം, കലഹം, അവകാശ തർക്കം എന്നിവയൊന്നും
എന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും അഥവാ നിയമം അനുവദിക്കാത്ത എന്തെങ്കിലും പ്രവൃത്തികൾ എന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ വന്ദനയ്ക്ക് എനിക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുമെന്നും ഇപ്പോൾ എഴുതിയ ഉടമ്പടി മുഴുവനും ക്യാൻസൽ ചെയ്ത് സ്വത്തുക്കളുടെ പരിപൂർണ ക്രയവിക്രയ അവകാശം വന്ദനയിൽ തിരികെ വന്നു ചേരുമെന്നും ഇതിനാൽ സമ്മതിച്ചു കൊള്ളുന്നു. വന്ദന വായിച്ചു കേട്ടല്ലോ. ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നോ? അംഗീകരിക്കുന്നു. രാഖി അംഗീകരിക്കുന്നോ? രാഖി മറുപടി ഒന്നും പറഞ്ഞില്ല. അംഗീകരിക്കുന്നുണ്ടോ? എന്റെ സഹോദരന്റെ ഒരേ ഒരു മകളാണ് ദിയ, എന്റെ സ്വന്തം അനന്തരവൾ. അങ്ങനെയുള്ള സെന്റിമെന്റ്സിനൊന്നും ഇനി യാതൊരു പ്രസക്തിയുമില്ല. ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നതോടെ ഭാവിയിൽ ദിയമോളെ ഒന്ന് കാണാനുള്ള അവകാശം പോലും നിങ്ങൾക്കുണ്ടാവില്ല. ശരിക്കും ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. ആലോചിക്കാനൊന്നുമില്ല രാഗി. എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചതാണ്. ഇനി പിന്മാറരുത്. ഒപ്പിട്ട് കൊടുത്തേക്ക്. ഒപ്പിട്ട് തരാം. വന്ദൻ ഇതിൽ ഒപ്പിട്ടോളൂ. ഇതിൽ രാഗിയും. ഇത് വന്ദനയ്ക്ക്. വാങ്ങിച്ചോ. ദാ. ദാ. ഇത് സൂക്ഷിച്ചു വയ്ക്കണം. മോളെ, മോൾക്കിനി വന്ദനാമയോടൊപ്പം പേടിയില്ലാതെ ജീവിക്കാം. അപ്പോ വക്കീലിന്റെ പണി തൽക്കാലം അവസാനിച്ചിരിക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങുന്നു. മോനെ, വേദനിക്കുന്നു. എന്ത് കാടത്തെ കാണിച്ചിരിക്കുന്നത്? മൃഗങ്ങൾ പോലും കാണിക്കാത്ത ക്രൂരതയാണിത്. നിങ്ങളുടെ അമ്മ ഒരു മനുഷ്യ സ്ത്രീയാണോ? നിർത്തടി. ഇനി കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചാ മതി. ഇറങ്ങി പോടി ഇവിടുന്ന്. പോവ് തന്നെയാ. പക്ഷെ രാഗി, എല്ലാ കോടതികൾക്കും മുകളില് ഒരു കോടതിയുണ്ട്. ദൈവത്തിന്റെ കോടതി. അവിടെ ഇതിനൊക്കെ എണ്ണി എണ്ണി നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഓർത്തു വെച്ചോ. വാ മോളെ. അങ്ങനെ രണ്ട് തലവേദനകൾ ഒഴിഞ്ഞു മാറി. വന്ദനയും ദിയമോളും. പ്രകാശേട്ടനാകെ ദേഷ്യത്തിലാണല്ലോ. എന്തു പറ്റി? മറ്റുള്ളവരൊന്നും സന്തോഷിച്ചു കാണാൻ ഇവിടെ ചിലർക്ക് തീരെ താല്പര്യമില്ലല്ലോ. ആരുടെ കാര്യം പറയുന്നേ? നിന്റെ നാത്തുൻ വന്ദനയുടെ കാര്യം തന്നെ. അവൾ ആ മാരണത്തെ കൊണ്ട് ദാ വരുന്നുണ്ട്.
ആനയോ അമ്പാരിയോ എന്താന്ന് വെച്ചാ വരുത്തി എതിരേൽക്ക്. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. മോളെ ദിയക്കുട്ടി വന്നോ? മുത്തശ്ശി ഉമ്മ. ഉമ്മ വന്ദന രാഖിയുടെ വീട്ടിലേക്ക് പോയപ്പോ തന്നെ ഇവള് ദിയമോളെ കൊണ്ടുവരുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ, ഇനിയും പരീക്ഷണങ്ങളിൽ പെടുത്തി കുഞ്ഞിനെ ആരും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇടവരുത്തരുതേ. മോൾക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ കഴിക്കാൻ എടുക്കാം. പോയി എടുത്തോളൂ. എന്റെ മോളെ വീണ്ടും കാണാൻ കഴിഞ്ഞല്ലോ, മഹാപുണ്യം. മുത്തശ്ശിയുടെ പ്രാർത്ഥന കൊണ്ടാ എനിക്കിവിടെ വീണ്ടും വരാൻ പറ്റിയത്. ആണോ? അയ്യോ. പക്ഷേ മോളെ, അവിടുത്തെ മുത്തശ്ശിയുടെ കണ്ണു വെട്ടിച്ച് നീ ഓടിപ്പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. അതുപോലെ ഞങ്ങളുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് ഒളിച്ചോടി പൊക്കളയരുത് കേട്ടോ. ഇല്ല മുത്തശ്ശി, ഞാൻ എങ്ങോട്ടും പോവില്ല. നിങ്ങളൊക്കെ ദിയമ്മൾക്ക് വലിയ ഇഷ്ടമാ. വിശക്കുമ്പോൾ ഭക്ഷണം തരും, ഉറക്കം വരുമ്പോ തരാട്ടി പാടി ഉറക്കും. കഥ കേൾക്കണമെങ്കിൽ നല്ല നല്ല കഥകൾ പറഞ്ഞു തരും. അവിടുത്തെ മുത്തശ്ശി മോൾക്ക് കഥകളൊന്നും പറഞ്ഞു തരില്ലായിരുന്നോ? കഥകളൊക്കെ അറിയാമെങ്കിലല്ലേ പറഞ്ഞുതരാൻ പറ്റൂ. അവർക്കൊന്നും അറിയില്ല, ദിയമ്മളെ ഉപദ്രവിക്കാൻ മാത്രമേ അറിയൂ. ഒരു കരുതേര ജന്മമാ. എന്താ മോളെ ഇത്? അവർക്ക് കഥകളൊന്നും അറിയാത്തത് കൊണ്ട് അവരെ കഴുതയുടെ ജന്മം എന്നൊക്കെ വിളിക്കുന്നത് പാപം കിട്ടില്ലേ? ഒരു പാവവും കിട്ടില്ല. ഇവിടുത്തെ മുത്തശ്ശി പറയുന്ന കഥയില് ഭൂതനെന്ന് പറയുന്ന കഥാപാത്രമില്ലേ, അതേ കഥാപാത്രം അവര്. സത്യം മുത്തശ്ശി, അവരെ കാണുമ്പോ എനിക്ക് ഭൂതനെ ഓർമ്മ വരുന്നത്. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞേ? ഭൂതനെ വന്നത് ഉണ്ണിക്കണ്ണനെ കൊല്ലാനല്ലേ? അതുപോലെ എന്നെ കൊണ്ട് പറ്റാത്ത പണികളൊക്കെ ചെയ്യിച്ചിട്ട് ഭക്ഷണം പോലും തരാതെ പട്ടിണിക്കിടും. എന്നിട്ട് എന്റെ രക്തം ഊറ്റി ഊറ്റി കുടിച്ചിട്ട് എന്റെ ജീവൻ എടുക്കായിരുന്ന ആ ഭൂതനൊരു രഹസ്യം. എന്റെ ദൈവമേ, വന്ദനാമ്മ വന്ന് രക്ഷിച്ചോണ്ട നിങ്ങൾക്കൊക്കെ ദിയമ്മളെ ജീവനോടെ കാണാൻ പറ്റിയത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. മോൾക്ക് വിശക്കുന്നില്ലേ? നല്ല വിശപ്പുണ്ട്. മോളെ, മോ ക്യാൻഡി വാരിത്തരാം. വാ. മോളെന്താ ഇങ്ങനെ നോക്കുന്നേ? സുമിത്ര ആന്റി, അതിനു മുമ്പ് എനിക്ക് ഭക്ഷണം തയ്യാറാക്കിയോ? മോള് വരുന്നു അറിഞ്ഞപ്പോ തന്നെ ആന്റി അടുക്കള കയറി. മോൾക്ക് ഇഷ്ടപ്പെട്ട പുളിശ്ശേരി, പച്ചടി, തോരൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഐറ്റമായിട്ട് മറ്റൊരാളും കൂടി വരുന്നുണ്ട്. കഴിക്ക്. കഴിക്ക്. ഹായ് വിനു അങ്കിൾ. ദിയമോളെ കണ്ടപ്പോഴാ വിനുവിന് ഒരു ജീവൻ വെച്ചത്. ആ
വാ. കാണ്, ഓട്ടിക്കാൻ നടക്കുന്നു. സ്വന്തം തറവാട് സ്വത്തല്ലേ. ഇറങ്ങി പോടാ. നിന്നോടല്ല ഇറങ്ങി പോകാൻ പറഞ്ഞേ. പോടാ. എന്താടാ വന്ദനയുടെ വിവാഹം നടക്കാത്തത് ജാതകദോഷം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കോടിക്കണക്കിന് സ്വത്ത് വരുമ്പോ മുഖം തിരിച്ചു നിന്ന് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ദുർബുദ്ധി ഏത് ദോഷത്തിലാ പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കുഞ്ഞിനെ ഇനി ഇവിടെ തന്നെ പാർപ്പിക്കാനാണ് ഉദ്ദേശം? അതെ. ഇപ്പോൾ ഈ വീട്ടിൽ ഒരംഗം കൂടിയുണ്ട്, വിക്രം. കെട്ടുദോഷം തീരാത്തൊരു സ്ത്രീയോടൊപ്പം ഒരു കുഞ്ഞും കൂടി കുടുംബത്തുണ്ടെന്നുള്ള വിശേഷം വിക്രം അറിയണ്ടേ? എവിടുന്നോ വന്ന് കയറിയതാണെങ്കിലും ഒരു പെൺകുട്ടിയെ വളർത്താനും കല്യാണം കഴിപ്പിച്ച് വിടാനും ഒക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവാകുന്നുണ്ട്. ഈ കുടുംബാംഗം എന്ന നിലയിൽ ആ കാര്യം വിക്രം കൂടി അറിയേണ്ടതല്ലേ? അതുകൊണ്ട് പറഞ്ഞതാ. സുചിത്രേ, നീ മോളെയും കൊണ്ട് അങ്ങ് അകത്തു പോകും. ഇതുകൂടി. മനോജെ, ദേമോൾ ഒരിക്കലും ഇവിടെ വന്നതാ. വീണ്ടും അവള് ബന്ധുക്കളോടൊപ്പം പോയി. അതേ കുട്ടി കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ വന്നതേ ദൈവനിശ്ചയമാ. ഈ കുട്ടി ഇനി എങ്ങനെ വളരും, ആര് വളർത്തും, ആരതിനെ കല്യാണം കഴിക്കും, ആരതിന് പണം ചെലവാക്കും എന്നതൊക്കെ ദൈവനിശ്ചയങ്ങളാ. അതിനെ മാറ്റിമറിക്കാനൊന്നും ഒരു ശക്തിക്കും സാധ്യമല്ല. പീഡനം സഹിച്ചും പട്ടിണി കിടന്നും ആകെ തളർന്നു പോയ കുട്ടിയാ ദിയ. തൽക്കാലം ഒന്ന് മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാനെങ്കിൽ അവളെ അനുവദിച്ചാ കൊള്ളാം. എന്റെ മക്കൾ ആരെ വേണമെങ്കിലും വെല്ലുവിളിച്ചോ, പക്ഷേ ദൈവനിശ്ചയത്തെ വെല്ലുവിളിക്കരുത്. ദൈവനിശ്ചയമല്ല, മാങ്ങാത്തൊലി. ആകാശത്തിലൂടെ പോകുന്ന വയ്യാവേലികളൊക്കെ ഏണി വെച്ച് പിടിച്ചെടുത്ത് തലയെ വയ്ക്കുന്നത് ദൈവനിശ്ചയമാണത്രേ. വാടാ. ദേമോളെ തിരിച്ചു കിട്ടിയ കാര്യം വന്ന് ദേമോളെ രക്ഷിച്ചാണെന്ന് വിളിച്ചറിയിക്കണം. അത് വേണ്ടേ? വിളിച്ചറിയിക്കുന്നത് തന്നെയാണ് മര്യാദ. അയാളുടെ കണ്ണിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആ ഭിക്ഷക്കാരന്റെ കുഞ്ഞിനെ കൊണ്ട് കടന്നു കളഞ്ഞാന്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ദേമോളുടെ അവസ്ഥ എന്താവുമായിരുന്നു ഊഹിക്കാൻ കൂടി ശക്തിയില്ല എനിക്ക്. ഈ നന്ദു മണ്ണക്കുണാപ്പിനത് എവിടെ പോയി കിടക്കുക? ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ.
ഇതാ കുഞ്ഞിന്റെ വന്ദനാമ്മയാണല്ലോ. ഹലോ വന്ദനാമ്മേ, എന്താ വിശേഷം? ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് പറയാനാ വിളിച്ചത്. സന്തോഷ വാർത്തയോ? ആ പറഞ്ഞോളൂ, കേക്കട്ടെ. അത് ദേമോളെ എനിക്ക് തിരിച്ചു കിട്ടി. ആഹാ, ആണോ? അത് നല്ല വാർത്തയാണല്ലോ. ആ, അന്ന് കൂട്ടിക്കൊണ്ടുപോയ രാഗിയുടെയും സാഗറിന്റെയും കയ്യിൽ നിന്ന് ദേമോൾ എന്റെ കൈ തന്നെ വന്നു ചേർന്നു. മോളിപ്പോ എന്നോടൊപ്പാ താമസിക്കുന്നെ. ആ, വെരി ഗുഡ്. ഒടുവില് ദിയമോള് വന്ദനാമ്മയുടെ കയ്യിൽ തന്നെ വന്നു ചേർന്നല്ലോ, അത് ആശ്വാസമായി. അന്ന് അവർ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയപ്പോഴേ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നിയതാ. യഥാർത്ഥത്തിൽ എന്താ ദിയമോളുടെ പ്രശ്നം? അല്ല, താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.